Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ജ്വല്ലറി ബോണി അവളാണെങ്കിൽ ലൂഫിയുടെ രൂപത്തിലേക്ക് ഇപ്പൊ പതിയെ കൺവേർട്ട് ആയിരിക്കുകയാണ്. ലൂഫിയും അവളും അങ്ങനെ സ്കൈയിലൂടെ പാറി പറന്ന് നടക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ അവർ രണ്ടുപേരെ മാറി മാറി നോക്കും. നേവിക്കാർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. രണ്ട് വലിയ വില്ലന്മാര് ഇപ്പൊ അവർക്ക് നേരെ വന്നുവെന്ന് അവർ മനസ്സിലാക്കും. എൽഡേഴ്സ് ആണെങ്കിൽ ഓരോരുത്തരായിട്ട് ഭയന്ന് അങ്ങനെ നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. നേവിക്കാരും ബാക്കിയുണ്ടായിരുന്ന വില്ലന്മാരെല്ലാവരും ദൂരേക്ക് മാറും. ഇവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ കടലിലാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ വെളിച്ചം അത് കണ്ട ആ ഒരു ജയന്റ് റോബോട്ട് അത് പതിയെ കണ്ണു തുറക്കും. ആ റോബോട്ടിനാണെങ്കിൽ വല്ലാത്തൊരു ആനന്ദം. ഞാനത് കണ്ടുപിടിച്ചു, അത് അന്വേഷിച്ച് നടന്ന ജോയ് ബോയ് തന്നെയാണെന്ന് പറഞ്ഞ് അതാണെങ്കിൽ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വെള്ളത്തിന്റെ അടിത്തട്ടിൽ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിന് എഴുന്നേക്കാൻ കഴിയില്ല. ഇവിടെ ജ്വല്ലറി പെണ്ണ് ലൂഫി ആണെങ്കിൽ അതൊന്നും തന്നെ കാര്യമാക്കി എടുക്കാതെ ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങളിത് എൻജോയ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവർ സ്കൈയിൽ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ആൾക്കാരാണെങ്കിൽ ലൂഫിയെയും ജ്വല്ലറി പെണ്ണിനെ സൂക്ഷിച്ചു നോക്കും. പോസ്റ്ററിൽ കണ്ട പോലെ തന്നെയുണ്ട്, പക്ഷേ ഇതെന്ത് പ്രതിഭാസമാണെന്ന് മനസ്സിലാവുന്നില്ല. ജയൻസ് ആണെങ്കിൽ തിരിച്ചറിഞ്ഞ് ഇപ്പൊ നിക്ക നിക്ക എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഇതെങ്ങനെ രണ്ട് നിക്ക ഉണ്ടായി, എന്താ നടക്കണമെന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ വണ്ടർ അടിച്ച് നിൽക്കും. പക്ഷേ എൽഡർ തിരിച്ചറിയും അത് ഏജ് ഫ്രൂട്ടിന്റെ പവർ ആണെന്ന്. അവനാണെങ്കിൽ വീണ്ടും ഇപ്പൊ ഫയർ പവർ എടുത്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങും. അത്രയും സമയം ഉച്ചത്തിൽ നിക്ക എന്ന് വിളിച്ച് ആഘോഷിച്ച ആ ഒരു ജയൻസ് എല്ലാം തന്നെ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ടാഞ്ചി ആണെങ്കിൽ സിറ്റുവേഷൻ വഷളാവുകയാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി നീ ഇപ്പോൾ ഉള്ളത് വലിയ അപകടത്തിലാണ്. ആ ഒരു ജയന്റ് നിന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കപ്പലിനെയാണ്. സോ അത് അനുവദിക്കരുത്, അവനെ എത്രയും വേഗം അറ്റാക്ക് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം ലൂഫി ആണെങ്കിൽ ഡബിൾ ആയിട്ട് പവർഫുൾ ആവും. അവന്റെ കൂടെ തന്നെ ലൂഫിക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് ബോണിയും അറ്റാക്ക് ചെയ്യാൻ റെഡിയായി ഇപ്പോ ആ ബേർഡ് എൽഡറിന്റെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞു പോകും. ഇവിടെ ആ ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ വലിയൊരു തീക്കോളം ക്രിയേറ്റ് ആക്കും. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് അവന്റെ വയറ് വീർപ്പിച്ച് ഒരു ബോൾ പോലെ ആക്കി പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ചൂട് താങ്ങാനാവാതെ ലൂഫി ആണെങ്കിൽ വേദന കൊണ്ട് ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ തലയ്ക്ക് കൈ കൊടുക്കും. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, വേറെ വഴിയില്ല, നമുക്കിവനെ ഒറ്റയടിക്ക് കൊല്ലാനായിട്ട് കഴിയില്ല. സോ അവനെ പഞ്ച് ചെയ്ത് ദൂരത്തേക്ക് പറപ്പിച്ച് കളയണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് കേട്ട സാഞ്ചിയും റോബിനും അങ്ങനെ എല്ലാവരും ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ഓടി വരികയാണ്. പക്ഷെ ബോണിക്ക് മാത്രം എന്താ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അത് കിട്ടില്ല. അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി വണ്ടറടിച്ച് നിൽക്കും. അവൾക്കാണെങ്കിൽ ലൂഫി ആണോ പഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ഡ്രോഹിയും ബ്രോഹിക്കും ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവർ വിളിച്ചു പറയും, ലൂഫി ഒരു കാരണവശാലും അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല, അവനെ തല്ലിക്കൊല്ലണം. അതേസമയം മറ്റൊരു ഭാഗത്ത് ജയൻസ് ആണെങ്കിൽ ഡാൻസ് കളിക്കുകയാണ്. ഓൾറെഡി അവരുടെ കപ്പലുകളാണെങ്കിൽ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോഹിക്കും ആണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഉടനെ ജയൻസ് പറയും, നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചത്. ഉടനെ ബ്രോഹിയും ആണെങ്കിൽ ദേഷ്യപ്പെടും, ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കും, അതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല, എത്രയും വേഗം ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുക. ലൂഫിക്കാണെങ്കിൽ ആ ഒരു ചൂടും തീയും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവനാണെങ്കിൽ അതെല്ലാം സഹിച്ച് ഇപ്പോൾ ആ ബേർഡ് മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോയി അതിന്റെ രണ്ട് ചിറകുകളും പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, മര്യാദയ്ക്ക് എന്നെ വിടുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷെ ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനങ്ങനെ പറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇപ്പൊ ലൂഫി അടിക്കാനായിട്ട് പാഞ്ഞടുക്കുകയാണ്. അതുകണ്ട് ബോണി ആണെങ്കിൽ പേടിച്ചു പറയും, അയ്യോ വേണ്ട വേണ്ട, ലൂഫിയെ അറ്റാക്ക് ചെയ്താൽ അവൻ എന്തെങ്കിലും സംഭവിക്കും. അതിന് സാഞ്ചി പറയും, ഇത് ലൂഫിയുടെ ഓർഡറാണ്, നമ്മളിത് പാലിച്ചേ പറ്റൂ. അവനെ അടിച്ചാൽ മാത്രമേ ആ ഇമ്പാക്റ്റിൽ ബേർഡ് മോൺസ്റ്ററെ ഇവിടുന്ന് തെറിപ്പിച്ച് കളയാനായിട്ട് കഴിയൂ. സോ നമ്മളിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ലൂഫിയെ പഞ്ച് ചെയ്യാൻ റെഡിയാവും. ആണെങ്കിൽ ലൂഫിയെ പഞ്ച് ചെയ്യാനായിട്ട് കറങ്ങി വരും. അതേസമയം ഇവിടെ ജ്വല്ലറി ബോണിക്കാണെങ്കിൽ ഇപ്പോഴും ലൂഫിയെ പഞ്ച് ചെയ്യാനായിട്ട് മനസ്സ് വരില്ല. അതിന് ലൂഫി ആണെങ്കിൽ ജ്വല്ലറി പെണ്ണിനോട് പറയും, നീ വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് നിനക്ക് പഞ്ച് ചെയ്യാം. നമ്മുടെ ലക്ഷ്യം ഈ ഒരു മോൺസ്റ്ററിനെ അവനെ ഓടിക്കുക എന്നത് മാത്രമാണ്. അത് കേട്ട് അവളുടെ ബുദ്ധിമുട്ടുകളും ഡ്രോബാക്സും അതെല്ലാം തന്നെ മാറ്റി നിർത്തി ഇപ്പൊ ലൂഫിയെ പഞ്ച് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം അവർ 3 പേരും ചേർന്ന് അടിക്കുകയാണ്. ആ ഒരു അടിയിൽ തന്നെ ലൂഫിയുടെ നാക്ക് പുറത്തേക്ക് തള്ളും. ഇവിടെ ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ രണ്ടാമത് അടിക്കാൻ ഒരുപാട് ഭയം തോന്നും. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ലൂഫിയുടെ പഞ്ചിന്റെ ഇമ്പാക്റ്റും നമ്മുടെ പഞ്ചിന്റെ ഇമ്പാക്റ്റും അവൻ വയറ് വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റും എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഞ്ച് ചെയ്യണം. ആ ഒരു പഞ്ചിൽ വേണം അവൻ തെറിച്ചു പോവാൻ. ലൂഫി ആണെങ്കിൽ അവന്റെ ബലൂണിൽ ഹോക്കി പവർ കൊണ്ടുവരും. നമ്മുടെ ആൾക്കാർ 4 പേരും ചേർന്ന് അടിക്കും. ആ ഒരു അടിയിൽ ഇപ്പൊ ബേർഡ് മോൺസ്റ്റർ അങ്ങനെ പറന്നു പോവാണ്.
പക്ഷെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു എൽഡേഴ്സിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ശരിക്കും അറിയില്ല. അവർ ആക്ച്വലി പറന്നോ ഫ്ലൈറ്റിലോ കാറിലോ ഒന്നും തന്നെയല്ല ഇവിടേക്ക് വന്നത്, മറിച്ച് ടെലിപ്പോർട്ടേഷൻ പവർ ഉപയോഗിച്ചാണ് ഇവിടേക്ക് വന്നത്. സോ അവരെപ്പോൾ വേണമെങ്കിലും വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരാം. പക്ഷെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതൊന്നും അറിയാതെ ഇപ്പൊ അവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി ഉസോപ്പിനും ടീമിനും വേണ്ടിയാണ് അവരുടെ കാത്തിരിപ്പ്. അവരും കൂടെ എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം അവർക്ക് അവിടെ നിന്ന് പോകാം. ഉടനെ അറ്റ്ലസ് ആണെങ്കിൽ എല്ലാവരോടും പറയും, എത്രയും വേഗം ഞാൻ അവിടേക്ക് പോയി അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കാം, എന്നിട്ട് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്ത് അവരുമായിട്ട് ഞാൻ തിരികെ വരാമെന്ന് പറഞ്ഞ് അവൾ ഫ്ലൈ ചെയ്ത് പോകും. അവൾക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, ആ യോർക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി വേഗ് ഓഫ് പങ്കിൽ ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരും മാത്രമാണ്. കട്ട് ചെയ്ത വെള്ളത്തിൽ വീണ ആ ജയന്റ് റോബോട്ടിനെ കാണിക്കും. അതിനുള്ളിൽ സെറ്റ് ചെയ്തിരുന്ന ആ ഒരു സ്നെയില് അത് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രോഡ്കാസ്റ്റ് ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ വീണ്ടും ആ ബ്രോഡ്കാസ്റ്റ് അത് ഓൺ ആയിരിക്കുകയാണ്. വെള്ളത്തിൽ വീണ് അതിന് കാര്യമായിട്ട് ഡാമേജ് ഒന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അത് വീണ്ടും ഇപ്പൊ സ്റ്റാർട്ട് ആയത്. പക്ഷെ ഇത്തവണ ആ ബ്രോഡ്കാസ്റ്റ് അത് പഴയതുപോലെ അത്ര ക്ലിയർ ആയിട്ടായിരിക്കില്ല വിസിബിൾ ആവുക. ഇടയ്ക്ക് ക്രാക്കിംഗ് സൗണ്ട് ഒക്കെ അതിനുണ്ടാവും. മാത്രമല്ല ഒരുപാട് നേരത്തെ കാസ്റ്റും സ്കിപ്പായി പോയിട്ടുണ്ട്. ഇവിടെ യോർക്കിനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. ആ ഒരു സ്നെയിലിന്റെ കണക്ഷനും അതുപോലെ തന്നെ മെന്റൽ വേവ്സും 2 സർക്യൂട്ട്സ് ആണ്. അതൊന്നായിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗം നശിച്ചു പോയേനെ. ഇപ്പൊ അത് 2 ആയതുകൊണ്ടാണ് എന്തെങ്കിലും പഴയതുപോലെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് അത് ഓൺ ആയത്. ഡേഴ്സിനാണെങ്കിൽ അത് കാണുമ്പോൾ വീണ്ടും അവരുടെ ടെൻഷൻ അത് 10 മടങ്ങാവുകയാണ്. എത്രയും വേഗം അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ അതിനുള്ള ശ്രമം അത് ആരംഭിക്കും. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൂഫിക്കാണെങ്കിൽ ലെറ്ററിനെങ്കിലും അടിച്ചു പറപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൻ ആശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവന്റെ പ്രതീക്ഷകൾക്കെല്ലാം വെല്ലുവിളി കൊടുത്തുകൊണ്ട് ഒരുപാട് കല്ലുകൾ താഴേക്ക് അങ്ങനെ വന്ന് വീഴാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് മാത്രമല്ല നേവിക്കാർക്കും അവിടെ പ്രോപ്പറായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. കപ്പലുകളാണെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലിനോടൊപ്പം അതിനിടയിൽ ഇപ്പോൾ ആളുകളും താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും. അത് കണ്ട് എല്ലാവരും ഞെട്ടും. അവരോടൊപ്പം സർഫ്യൂംസും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അവരെ ക്യാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ അവസ്ഥ മോശമാവുമെന്ന് മനസ്സിലാക്കി അവരെ ക്യാച്ച് ചെയ്യാനും ആളുകൾ ശ്രമിക്കും. ആക്ച്വലി ആ ചെയ്തത് പുഴു മോൺസ്റ്റർ ആണ്. അബ്സോർബ് ചെയ്ത് എടുത്തതെല്ലാം തന്നെ ഇപ്പോൾ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് തുപ്പുന്നത് കാണുമ്പോൾ അവന്റെ ചിരി അടക്കാനായിട്ട് കഴിയില്ല. എന്തോ സർഫ്യൂം പോലെയാണ് അത് തുപ്പുന്നതെന്ന് പറഞ്ഞ് അവൻ തുള്ളി കൊതിച്ച് ചിരിക്കും. അതിന്റെ വയറൊക്കെ കാലിയായതിനു ശേഷം അതിപ്പോ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിഞ്ഞ് നമ്മുടെ ആൾക്കാരെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ പാഞ്ഞു വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ നല്ല ഫോഴ്സിൽ അകത്തേക്ക് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. ബോണിയെ കൊണ്ടാണെങ്കിൽ ഒത്തിരി നേരം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. ഓൾറെഡി ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൾ മുഴുവനായിട്ടും തളർന്നിരിക്കുകയാണ്. അടുത്ത നിമിഷം അവളുടെ പിടിവിട്ട് അവൾ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഞൊട്ടിയടയിൽ സാഞ്ചി അവളെ ടൈറ്റ് ആയിട്ട് പിടിച്ച് ഒരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ലൂഫി ആണെങ്കിൽ അതിനെ തന്നെ നോക്കും. നീ ഒരു അല്പം നേരം ഉറങ്ങുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ കൈ അങ്ങനെ വീർപ്പിച്ച് കൊണ്ടുവന്ന് ഒരൊറ്റ പഞ്ച് കൊടുക്കും. ആ ഒരു പഞ്ചില് അതങ്ങനെ പൂർണ്ണമായിട്ടും തകർന്ന് ദൂരേക്ക് തെറിച്ചു പോവാണ്. നേവിക്കാർക്കാണെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒരു വല്ലായ്മ തോന്നും. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ പന്നി മോൺസ്റ്റർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇനിയും ഞാൻ ക്ഷമയോടുകൂടെ കാത്തിരിക്കില്ല, എനിക്കെല്ലാം തകർക്കണമെന്ന് പറഞ്ഞ് ആ ജയൻസിന്റെ കപ്പൽ ഇടിച്ച് തകർക്കാനായിട്ട് പാഞ്ഞടുക്കും. ബ്രോഹിയും ആണെങ്കിൽ ആ എൽഡർ മോൺസ്റ്ററിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കും. കാരണം അതൊരു വലിയ മോൺസ്റ്റർ ആണ്. അതൊന്ന് ഇടിച്ചാൽ ഉറപ്പായാലും അവരുടെ കപ്പൽ തകരും. സോ അവരാണെങ്കിൽ ആ പന്നി മോൺസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായിട്ട് നിൽക്കും. ലൂഫിയും നമ്മുടെ ആൾക്കാരും എല്ലാവരും നെഞ്ചെടുപ്പോട് കൂടെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കും. ആ സമയത്ത് ജോയ് ബോയ് എന്നൊരു വലിയ ശബ്ദം കേൾക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഈ മോൺസ്റ്റർ ആണെങ്കിൽ കപ്പലിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം വലിയൊരു ബബിള് അത് കടലിൽ നിന്ന് ഉയർന്നു വരും. എല്ലാവരും കണ്ണിമ ചിമ്മാതെ ആ ഒരു ബബിൾ വന്ന ഭാഗത്തേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ അയൺ ജയന്റ് റോബോട്ട് അത് മുകളിലേക്ക് വന്ന് പന്നി മോൺസ്റ്ററിനെ പഞ്ച് ചെയ്ത് അങ്ങനെ തെറിപ്പിച്ച് കളയാണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ അത്രയും വലിയ റോബോട്ടിനെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അവനാണെങ്കിൽ അതിനെ കണ്ട് ഹായ് ആയിട്ട് തുള്ളിച്ചാടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.